ഹായ്. കേരള PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമോ എന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയത്തിലിരിക്കുകയായിരിക്കും. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോൾ തന്നെ കേരള PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിലവിലെ ലിസ്റ്റുകളുടെ കാലാവധി നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ വിഷയങ്ങളുടെയും ലിസ്റ്റുകൾ ഈ 2026 കൂടി കാലാവധി തീരും. അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റുകൾ. ജോഗ്രഫി പോലെയുള്ള ചില ലിസ്റ്റുകൾ 2025 തന്നെ കാലാവധി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമൊക്കെ ആയിട്ട് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ച് തുടങ്ങുന്നവർക്ക് കോച്ചിങ്ങിന് ചേരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഈ ഒരു തസ്തികയ്ക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ്, ഏത് സബ്ജക്റ്റ് സ്ട്രീമാണോ അതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. മിനിമം 55 മാർക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, 55% മാർക്സ് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ളവരായിരിക്കണം. അതിൽ ചില കാറ്റഗറിക്ക് റിലാക്സേഷൻ ഉണ്ട്. അത് ജനറൽ കാറ്റഗറിയുടെയാണ്. SC/STക്കൊക്കെ റിലാക്സേഷൻ മാർക്ക് ഉണ്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നെറ്റാണ്. അത് സയൻസ് സബ്ജക്ട്സ് ആണെങ്കിൽ CSIR നെറ്റ്, മാനവിക വിഷയങ്ങളാണെങ്കിൽ UGC നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ PhD ഉള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് എക്സംഷൻ ഉണ്ട്. PhD ഉള്ളവർക്ക് നെറ്റ് ക്വാളിഫൈഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നെറ്റ് ഓർ PhD ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ MSc അല്ലെങ്കിൽ MA അല്ലെങ്കിൽ ഏത് മാസ്റ്റേഴ്സ് ഡിഗ്രി, ഏത് സബ്ജക്റ്റാണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി പ്ലസ് ആ വിഷയത്തിൽ നെറ്റ്, CSIR നെറ്റ് ഓർ UGC നെറ്റ്, അതല്ലെങ്കിൽ ഡോക്ടറേറ്റ് PhD. ഇതാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ അടുത്തത് ഏജ് ലിമിറ്റാണ്. അപ്പോൾ സാധാരണ PSC എക്സാംസ് പോലെയല്ല, 50 ഇയേഴ്സാണ് ഏജ് ലിമിറ്റ്. ഇപ്പോൾ അത് 2023 തോന്നുന്നു ഏജ് ലിമിറ്റ് ഉയർത്തിയത്. 50 വയസ്സ് വരെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പിന്നെ അടുത്തത് അറിയേണ്ട ഒരു കാര്യം കോമ്പറ്റീഷനാണ്. ഇത് എത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. കോമ്പറ്റീഷൻ ഹൈ കോമ്പറ്റീഷൻ തന്നെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ PSC പരീക്ഷകൾക്ക് ഉണ്ടാവുക. കാരണം വളരെ കുറച്ച് വേക്കൻസികളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകളിലെ വേക്കൻസികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ 1ഉം 2ഉം ഒക്കെ അഡ്വൈസ് മാത്രം പോയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ ഉണ്ട്. സാധാരണ ടീച്ചിങ് എക്സാംസ് കമ്പയർ ചെയ്യുമ്പോൾ LPUP മുതൽ HSS, HSST, അസിസ്റ്റൻറ്റ് പ്രൊഫസർ വരെ നോക്കുമ്പോൾ ഓരോ ഉയർന്ന തസ്തികയിലേക്ക് വരുന്തോറും വേക്കൻസി കുറഞ്ഞു വരികയാണ്. സോ നിയമനവും കുറവായിരിക്കും. അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പിന്നെ അപ്ലിക്കൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് അത് 100 മുതൽ 2000 വരെ അപ്ലിക്കൻസ് ഉണ്ടാവും. സോ ഇതാണ് അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റാങ്കിൽ വന്നാൽ തന്നെ ആയിരിക്കും നമുക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇനി മോഡ് ഓഫ് എക്സാം, ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. നിങ്ങൾക്ക് സാധാരണ HSST വരെയൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവാണ്, OMR അല്ലെങ്കിൽ ഓൺലൈൻ. പക്ഷേ ഇത് 100 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. അതും കഴിഞ്ഞ 2019 മുതൽക്കാണ് തോന്നുന്നു ഡിസ്ക്രിപ്റ്റീവ് ആക്കിയത്. അത് 100 മാർക്ക്, പിന്നെ ഇൻ്റർവ്യൂ 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരിക്കും. അടുത്തത് വെയിറ്റേജ് ആണ്. PhD ഉള്ളവർക്ക് 4 മാർക്ക്, MPhil ഉള്ളവർക്ക് 2 മാർക്ക്, PhD MPhil ഉള്ളവർക്ക് 5 മാർക്ക്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന വെയിറ്റേജ് മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ PSCയെ കുറിച്ച് പറയാനുള്ളത്. പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോപ്പ്ഫുള്ളി ഈ ഇയറിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. സോ ടോപ്പ് റാങ്കിൽ തന്നെ വരാനായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചും നിയമന നിലകൾ ഇങ്ങനെയുള്ള കേരള PSC നടത്തുന്ന എല്ലാ ടീച്ചിങ് എക്സാംസിൻ്റെയും പുതിയ അപ്ഡേറ്റ്സ്, ഇൻക്ലൂഡിംഗ് നോട്ടിഫിക്കേഷൻ, നിയമന നിലകൾ, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.